കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിന് കോടികൾ ചെലവഴിക്കുമ്പോഴും ആശുപത്രിയുടെ ദുരവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാവുന്നില്ല. എംഎൽഎയുടെയും എംപിയുടെയും ശ്രമഫലമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ടുകൾ ആശുപത്രി വികസനത്തിന് ചെലവഴിച്ചിട്ടുണ്ടെങ്കിലും ഇത് ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ അധികൃതർക്ക് ആയിട്ടില്ലെന്ന പരാതി തുടരുകയാണ്. നിർമ്മാണം പൂർത്തിയായി 7 മാസത്തോളമാകുന്ന ട്രോമ കെയർ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യാനോ പ്രവർത്തന സജ്ജമാക്കാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പ്രസവാശുപത്രിക്കായി നിർമ്മിച്ച ബഹുനില കെട്ടിടവും ഉദ്ഘാടനം കഴിഞ്ഞ് 2.5 വർഷം കഴിഞ്ഞിട്ടും ആവശ്യത്തിന് ഉപകരിക്കപ്പെട്ടിട്ടില്ല. കോടികൾ ചെലവഴിക്കുകയും കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും ചെയ്തിട്ടും ജനങ്ങളുടെ ദുരിതം ആവർത്തിക്കപ്പെടുകയാണ്. ജില്ലയിലെ പ്രമുഖ ആശുപത്രിയാണിത്. ആശുപത്രിയുടെ അടിസ്ഥാന സൌകര്യ വികസനങ്ങൾ സാങ്കേതിക കാരണങ്ങളാൽ അട്ടിമറിക്കപ്പെടുകയാണ്. 2 പ്രധാന പാതകൾ സംഗമിക്കുന്ന സ്ഥലമായതിനാൽ നിരവധി റോഡപകടങ്ങൾ സംഭവിക്കുന്ന മേഖലയാണ് കൊട്ടാരക്കര. അപകടത്തിൽപ്പെടുന്നവരെ ആദ്യം എത്തിക്കുന്നത് താലൂക്ക് ആശുപത്രിയിലാണ്. അടിയന്തര ചികിത്സയ്ക്ക് സൌകര്യമില്ലാത്തതിനാൽ ഇവരെയെല്ലാം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്താൻ 2 മണിക്കൂറിലധികം സമയമെടുക്കും. ഈ സമയത്തിനുള്ളിൽ മരണം സംഭവിക്കുക സാധാരണമാണ്. ഇതിന് പരിഹാരമായിട്ടാണ് കൊട്ടാരക്കരയിൽ ട്രോമ കെയർ യൂണിറ്റ് ആരംഭിക്കാൻ തീരുമാനിച്ച് തുക അനുവദിച്ചത്. കേന്ദ്ര ഫണ്ടിൽ നിന്നാണ് ഇതിനായി 2.25 കോടി രൂപ അനുവദിച്ചത്. കേന്ദ്ര PWD വകുപ്പിനായിരുന്നു നിർമ്മാണ ചുമതല. ആധുനിക സൌകര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയായിരുന്നു കെട്ടിട നിർമ്മാണം. ഓപ്പറേഷൻ തിയേറ്ററുകൾ, സർജിക്കൽ വാർഡ്, പോസ്റ്റ് ഓപ്പറേഷൻ വാർഡ്, വിവിധ OP വാർഡുകൾ എന്നിവ ഇവയിൽ ഉൾപ്പെടും. നിർമ്മാണം പൂർത്തിയായി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇത് ഉദ്ഘാടനം ചെയ്യുകയോ പ്രവർത്തന സജ്ജമാക്കുകയോ ചെയ്തിട്ടില്ല. ട്രോമ കെയർ യൂണിറ്റിന് ആവശ്യമായ ഉപകരണങ്ങളും ലഭ്യമായിട്ടില്ല. കെട്ടിട നിർമ്മാണത്തിൽ അശാസ്ത്രീയത ഉള്ളതായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. നിർമ്മാണം നടത്തിയ കേന്ദ്ര PWD വിഭാഗം കെട്ടിടം ആശുപത്രിക്ക് കൈമാറിയാലേ ഈ തടസ്സങ്ങളെല്ലാം പരിഹരിക്കാൻ കഴിയൂ. ഇതിന്റെ നടപടികളും അനിശ്ചിതമായി നീളുകയാണ്. പ്രസവാശുപത്രിക്കായി സംസ്ഥാന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ബഹുനില മന്ദിരവും ഗർഭിണികൾക്കും കുട്ടികൾക്കും പ്രയോജനം ചെയ്തിട്ടില്ല. 2.5 വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്ത ഈ കെട്ടിടവും അടച്ചിട്ടിരിക്കുകയാണ്. പ്രസവ ചികിത്സയ്ക്കായി അത്യാധുനിക സൌകര്യങ്ങളോടെയാണ് ഈ കെട്ടിടം പണിതീർത്തത്. ആസൂത്രണത്തിലെ പിഴവുകൾ മൂലം കോടികൾ ചെലവാക്കിയുള്ള പദ്ധതികളൊന്നും പൊതുജനങ്ങൾക്ക് പ്രയോജനപ്രദമാകാത്ത അവസ്ഥയാണ്. 2.5 ഏക്കറോളം ഭൂമിയുള്ള ആശുപത്രി വളപ്പിൽ പുതിയ കെട്ടിടങ്ങളെല്ലാം നിർമ്മിക്കുന്നത് ഈ ഭൂമിയുടെ മുൻവശത്തും പഴയ കെട്ടിടങ്ങളോട് ചേർന്നുമാണ്. ദേശീയപാതയോരത്താണ് എല്ലാ കെട്ടിടങ്ങളും. ഇതുമൂലം പാർക്കിംഗ് സൌകര്യവും ഇവിടെയില്ല. എന്നാൽ ആശുപത്രിയുടെ പിന്നിൽ 1 ഏക്കറോളം ഭൂമി ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടന്നെങ്കിലും ജനങ്ങൾക്കിപ്പോഴും ആശ്രയം പഴയ കെട്ടിടവും പഴയ ചികിത്സാ സംവിധാനങ്ങളുമാണ്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.